സമയത്ത് ലൊക്കേഷനിൽ അറിയാലോ തിരക്കുകളായിരിക്കും, ചിലപ്പോൾ ദേഷ്യപ്പെടുകയോ വഴക്ക് പറയുകയോ ചെയ്യണോ, അതിന് എന്തെങ്കിലും വീട്ടിലുണ്ടായിരുന്നോ? ഞാനെങ്ങനെ തോന്നി എന്നെ വിളിച്ചപ്പോൾ സാറ് വന്നേ പറ്റുള്ളൂ, ഒരു ചെറിയ വേഷം അഭിനയിക്കാം. അപ്പം ഞാൻ ചോദിക്കുകയും നിനക്ക് എന്നെ ലൊക്കേഷനിൽ ചീത്ത പറയാനല്ലടാ എന്ന് ചോദിച്ചു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അവൻ ഭയങ്കര കൂളായിരുന്നു. ഞാനും അങ്ങനെ വെറുതെ ഒന്നും ആ ചീത്ത പറയാറില്ല. കറക്റ്റ് ജോലി എടുക്കാത്തവർ മാത്രമേ ചീത്ത കേൾക്കാറുള്ളൂ. സഞ്ജു ചീത്ത കേട്ടിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. ഇല്ല, സഞ്ജുവും അങ്ങനെ നല്ല കാര്യങ്ങൾ കൃത്യമായിട്ട് സമയത്ത് എല്ലാം തുടങ്ങും. ഷോർട്ട് ഡിവിഷനായാലും അവന് കൃത്യമായിട്ട് എല്ലാത്തിനെ കുറിച്ച് പ്ലാൻ ഉണ്ടായിരുന്നു. എനിക്ക് വേണം പറ്റില്ല. ക്ലൈമാക്സ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ആൾക്കാരുണ്ട്. അതും പക്ഷെ വളരെ കൈയടക്കത്തോടെ തന്നെ സഞ്ജു എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ തോന്നിയില്ല. പക്ഷെ ഞാൻ ആ സമയത്ത് എൻ്റെ പടത്തിൻ്റെ ഷൂട്ടിലായിരുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ സീൻ മാത്രം അറിയുള്ളൂ. ഈ സിനിമയെ കുറിച്ചപ്പോൾ ഞാൻ ചോദിച്ചില്ല എന്താ സംഭവിക്കുന്നത്. ഞാനവിടെ വരിക, അഭിനയിക്കാൻ അപ്പം തന്നെ വണ്ടി കയറി പോകാൻ എൻ്റെ പടത്തിൻ്റെ ഷൂട്ടിന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ ഞാൻ സംസാരിച്ചപ്പോൾ മാത്യു ഉണ്ടായിരുന്നു, ഗുരു സോമസുന്ദർ ഉണ്ടായിരുന്നു അന്ന് ലൊക്കേഷനിൽ. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് ഭയങ്കര നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ബാഡ്മിൻ്റൺ കളിക്കുന്നുണ്ടായിരുന്നു. ഞാനും ഒരു കോച്ചായിട്ടാണ് അഭിനയിക്കുന്നത്. പക്ഷേ എനിക്കറിയില്ല എങ്ങനെ കളിക്കേണ്ടത്. പക്ഷെ അവിടെ നിന്ന് പിള്ളേരൊക്കെ നല്ല രീതിയിലൊക്കെ ബാഡ്മിൻ്റൺ കളിക്കുന്നത് നല്ലൊരു ഇതായിരുന്നു. പക്ഷെ എൻ്റെ ടൈമിങ് മാറിപ്പോയി. ഞാൻ എൻ്റെ പടത്തിൻ്റെ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല.